അയ്യോ താഴെ പോയി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയാം, 2 ദിവസം എനിക്ക് വൈകിയായിരുന്നു ഗായ്സ്. എനിക്ക് ജലദോഷവും പനിയും തൊണ്ടവേദനയൊക്കെ ആയിരുന്നു. ഇപ്പൊ ഞാൻ ഓക്കെ ആയിട്ടില്ല, ഓക്കെ ആയി വരണതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 2 ദിവസം കൊണ്ട് വീഡിയോസ് ഒന്നും ഇല്ലാതിരുന്നത്. എന്തായാലും നമുക്ക് വീഡിയോസ് ഇട്ടല്ലേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. സ്പെഷ്യൽ വീഡിയോ എന്ന് വെച്ചാൽ എന്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്ന ഒരു ഫേസ് പാക്കിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫേസ് പാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ അമ്മയുടെ കൊച്ചുനാൾ മുതലേ അമ്മ യൂസ് ചെയ്യുന്ന ഫേസ് പാക്ക് ആണ്. ഇപ്പോഴും എന്റെ അമ്മ അതേ ഫേസ് പാക്ക് ആണ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നത്. ഞാനും ആ ഫേസ് പാക്ക് വല്ലപ്പോഴൊക്കെ ഇടും, പക്ഷെ കണ്ടിന്യൂസ്ലി ഇടാറില്ല, വല്ലപ്പോഴൊക്കെ ഇടാറുണ്ട്. എന്നാണ് അമ്മ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് അതേ ഫേസ് പാക്ക് ആണ്. പക്ഷെ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പല സാധനങ്ങളൊക്കെ വാരി ഇടും, എനിക്ക് മുഖത്ത് മോക്കുരു വരും. പക്ഷെ എന്റെ അമ്മ ഈ ഒരേ ഒരു ഫേസ് പാക്ക് മാത്രമേ ഇടാറുള്ളൂ. എന്റെ അമ്മയുടെ മുഖത്ത് മോക്കുരു ഒന്നും അങ്ങനെ വരാറില്ല. ചിലപ്പോൾ അത് അമ്മയുടെ സ്കിന്നിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും, സ്കിന്ന് നല്ലതായതുകൊണ്ടായിരിക്കും. പിന്നീട് എന്ന് വെച്ചാൽ ഈ ഒരു ഫേസ് പാക്ക് വെച്ചാൽ എല്ലാത്തിനും നല്ലതായിട്ടുള്ള ഒന്നാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ കയ്യിലൊക്കെ എന്തെങ്കിലും അലർജി പോലുള്ള സംഭവങ്ങൾ വന്നാൽ അത് ഇത് ഇട്ടാൽ മാറും. എന്നുവെച്ചാൽ ഫുൾ ബോഡിക്ക് നല്ലതാണെന്ന് പറഞ്ഞാൽ പറയാം. ഒരു ഫേസ് പാക്ക് അല്ല, ഫുൾ ബോഡി മാസ്ക് ആയിട്ടാണെങ്കിൽ നമുക്കത് പറയാം. എല്ലാത്തിനും നല്ലതായിട്ടുള്ള ഒരു മാസ്കാണിത്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് വെച്ചാൽ നമ്മുടെ പിമ്പിൾസ് വന്ന പാടുകൾ മാറാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ എന്താണ് ഈ വെപ്പ് കുരു ഇല്ലേ, നമ്മുടെ ഈ എന്താ പറയാ, ചൂട് സമയത്തൊക്കെ വെപ്പ് കുരു ഒക്കെ വല്ലേ, മുഖത്ത് ഇങ്ങനെ കുരു അതൊക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ പിമ്പിൾസ് വന്നു പോയ പാട്, പിമ്പിൾസ്, പിന്നെ ഡൾ ആയിട്ടുള്ള സ്കിന്ന് കുറച്ചൊന്ന് ലൈറ്റൻ ആവാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് ഇട്ട് കഴിയുമ്പോൾ ഒരു ഗ്ലോയും വരും ഗൈസ്, അതും നല്ലതാണ്. അപ്പൊ എന്താണ്, നമുക്ക് ആ ഫേസ് പാക്ക് എന്തെന്ന് നമുക്ക് അമ്മയുടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അമ്മയുടെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാനൊക്കെ മനസ്സിലാക്കാം. വെറും മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ, വെറും മൂന്ന് ഇൻഗ്രീഡിയന്റേ ഉള്ളൂ ഈ ഒരു ഫേസ് പാക്കിന് വേണ്ടി. അപ്പൊ നമുക്ക് എന്താണ് നമുക്ക് കാണാം. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പൊ നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് പച്ച വേപ്പിലയും കൊടമഞ്ഞളും പനിനീരുമാണ്. ഇത് നമുക്ക് എങ്ങനെ അരച്ചെടുക്കണമെന്ന് നോക്കാം. ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലോട്ട് പച്ച വേപ്പില ഇടുക, പിന്നെ മഞ്ഞൾപ്പൊടി, കൊടമഞ്ഞൾ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ ഇടുക. അത് കഴിഞ്ഞിട്ട് പനിനീര് ഒഴിക്കുന്നുണ്ട്. ഞാനിവിടെ പനിനീരാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പാലോ വെള്ളമോ പനിനീരോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് ഇത് നല്ലപോലെ അരച്ചെടുക്കുക, നല്ലപോലെ മിക്സിയിലിട്ട് അരച്ചെടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു പാക്ക് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാക്ക്. ഈ ഒരു പാക്കാണ് നമ്മളിപ്പോ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം പറയുന്നു, ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നൈറ്റ് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മഞ്ഞളല്ലേ, അപ്പൊ മഞ്ഞൾ ഇടുമ്പോൾ എന്തായാലും അതിന്റെ സ്റ്റെയിൻ നമ്മളെ മുഖത്ത് എപ്പോഴും കാണും. അപ്പൊ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ മഞ്ഞളൊക്കെ ഉപയോഗിക്കുമ്പോൾ നൈറ്റ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ മഞ്ഞളെന്നല്ല, ഏതൊരു പാക്ക് ഉപയോഗിച്ചാലും നൈറ്റ് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതായിട്ടുള്ള ഒരു കാര്യം. അപ്പം നമുക്കിത് അപ്ലൈ ചെയ്താലോ. അപ്പൊ ഈ പാക്ക് പറഞ്ഞു തന്ന അമ്മയെ തരം നമുക്ക് വിളിക്കാം, ഇത് അപ്ലൈ ചെയ്ത് തരാം. അമ്മ എനിക്ക് തെറ്റരണം. അയ്യോ താഴെ പോയി. അത്രയും കാണാനായി ഇല്ല, കുറച്ച് അത് നമുക്ക് കട്ട് ചെയ്യാം. ചിലപ്പോൾ ഇടുമ്പോ നീറാനൊക്കെ ചാൻസ് ഉണ്ട്. കാര്യം വേപ്പിലല്ലേ, അതുകൊണ്ട് നീറും. പക്ഷെ അതൊക്കെ നിങ്ങൾ സഹിച്ചിരിക്കണം. പാല് തേച്ചാൽ മതി. പാലിട്ടാ നീറും. പാലിട്ടാ നീറൂല നമ്മൾ പറയും. ഇവിടെ ഒന്നും ആയില്ല. ക്യാമറ തള്ളിയില്ല. പണ്ട് ഞാൻ പാക്ക് ഇടുമ്പോൾ എനിക്ക് കഴുത്ത് ചെയ്യുന്ന ഇഷ്ടമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ കഴുത്തിലൊക്കെ ഇട്ട് തുടങ്ങി. കണ്ടോ സ്നേഹമുള്ള. ഓക്കെ, അപ്പൊ നമ്മളെ പാക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ കേട്ടോ മതി, എനിക്ക് ഒരുപാട് കഴുത്തിലുണ്ടെങ്കിൽ ക്ലിയാവും, മതി. ഓക്കെ. അപ്പം ഈ പാക്ക് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഇനിയുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമുക്കിത് ഉണങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മളതൊക്കെ കഴുകി കളഞ്ഞിട്ടുണ്ട്. ഞാനൊരു 1/2 മണിക്കൂറേ ഇട്ടുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ ഇടാം. കണ്ടോ കഴുകി കളഞ്ഞപ്പോൾ തന്നെ അതിന്റെ സ്റ്റെയിൻ ഉണ്ട്. കാര്യം എന്റെ കയ്യിലൊക്കെ അതിന്റെ ഒരു മഞ്ഞ പോലത്തെ സ്റ്റെയിൻ കണ്ടോ, ഒരു സ്റ്റെയിൻ ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, മഞ്ഞളല്ലേ, മഞ്ഞളാകുമ്പോ എന്തായാലും അതിന്റെ ആ ഒരു നിറം നമ്മുടെ കയ്യിൽ എന്തായാലും കാണും, നമ്മുടെ മുഖത്ത് കാണും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് എവിടെയെങ്കിലും പോണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ തലേ ദിവസം നൈറ്റ് രാത്രി ഇടുന്നതാണ് നല്ലത്. അല്ലെങ്കിലും നിങ്ങൾ രാത്രി ഇടുന്നതാണ് ഏറ്റവും നല്ലത്. രാത്രി ഇട്ടിട്ട് കഴുകിയിട്ട് കിടക്കണം, അതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പം ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതെന്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നൊരു ഫേസ് പാക്ക് ആണ്.
അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു. അപ്പൊ നിങ്ങളും അത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കും അത് നല്ല എഫക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളും എല്ലാവർക്കും പറഞ്ഞൊക്കെ കൊടുക്കണം. അപ്പൊ എന്താണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ മുഖത്തുള്ള എന്തെങ്കിലും അലർജീസ് ഒക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ കുരു പറഞ്ഞത് മാറും, ഒക്കെ മാറും. പിന്നെ മഞ്ഞൾ യൂസ് ചെയ്യാൻ പറ്റൂല. ഇപ്പം ചില ആൾക്കാർക്ക് മഞ്ഞൾ അലർജി ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേറൊരു പാക്കുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പൊ ഈ പാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമന്റും ചെയ്യണം. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.